തിരുവനന്തപുരത്ത് നേട്ടമുണ്ടാക്കി ബി.ജെ.പി. പക്ഷേ ആരാകും മേയർ എന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. മേയറെ തീരുമാനിക്കാനായി ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഹരിമോഹനാണ് ചേരുന്നത്. ഹരി, ശ്രീലേഖ ഉറപ്പിക്കുമോ? വി രാജേഷിന് വേണ്ടി RSS വാശി പിടിച്ചിരുന്നു. പക്ഷേ ഏത് രീതിയിലാണ് ഇപ്പോഴത്തെ ചർച്ചകൾ വരുന്നത്? വിനിത, ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചും മുൻ DGP R ശ്രീലേഖയ്ക്ക് അനുകൂലമാണ് കാര്യങ്ങൾ എന്ന് തന്നെയാണ് ഇന്ന് BJP-യുടെ പാർലമെന്ററി പാർട്ടി യോഗം, അതായത് വിജയിച്ച കൗൺസിലർമാരും സംസ്ഥാന ജില്ലാ നേതാക്കളും ഒക്കെ ഉൾപ്പെട്ടുകൊണ്ടുള്ള പാർലമെന്ററി പാർട്ടി യോഗം അല്പസമയം മുൻപാണ് പൂർത്തിയായത്. ആ യോഗത്തിൽ കാര്യമായ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ആരാണ് മേയർ, ആരാണ് ഡെപ്യൂട്ടി മേയർ എന്നുള്ള കാര്യം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ആശയവിനിമയം താഴെത്തട്ടിലേക്ക് നടന്നിട്ടില്ല, അല്ലെങ്കിൽ കൗൺസിലർമാരെ അറിയിച്ചിട്ടില്ല. മറിച്ച് നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും, അത് പ്രഖ്യാപിക്കും. അതിലെന്തെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകളുണ്ടോ, എതിർപ്പുകളുണ്ടോ എന്നുള്ള കാര്യം ഓരോ കൗൺസിലർമാരെയും അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ അവരോട് അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യം ആരാഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള എതിർപ്പുകളൊന്നും തന്നെ ഇതുവരെ കൗൺസിലർമാർ, അതായത് വിജയിച്ച 50 കൗൺസിലർമാർ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വം ആരുടെ പേരാണോ തീരുമാനിക്കുന്നത് ആ പേര് ഇന്ന് രാത്രിയിൽ, അല്ലെങ്കിൽ ഇന്ന് ഏറെ വൈകിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആയി ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടൊരു വാർത്താ സമ്മേളനം വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയോ ചെയ്യുകയായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ഔദ്യോഗിക വാർത്താക്കുറിപ്പാണെങ്കിൽ അതിനകത്ത് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ BJP വിജയിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരുടെ പേരുകൾ കൂടി ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇന്ന് രാവിലെ വരെ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ ബാംഗ്ലൂരിലായിരുന്നു. ഇന്നിപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. BJP-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും ആ പ്രഖ്യാപനം ഇന്ന് തന്നെ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇതിൽ RSS നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണ് ഒരു വിയോജിപ്പുണ്ടായിരുന്നത്. അതായത് സംസ്ഥാന നേതൃത്വം ഏറെക്കുറെ മുൻ DGP-യും സംസ്ഥാന ഉപാധ്യക്ഷയുമായിട്ടുള്ള R ശ്രീലേഖയുടെ പേരിനോട് ആഭിമുഖ്യം പുലർത്തി തന്നെയാണ് ഈ ദിവസങ്ങളിൽ പോകുന്നത്. ആ പേര് മുന്നോട്ട് വെക്കുന്നതിന്റെ കാരണങ്ങൾ അടക്കം നിരത്തിക്കൊണ്ട് RSS-മായി സംസ്ഥാന നേതൃത്വം സംസാരിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും RSS നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ സാധാരണ മറ്റ് കേരളത്തിലെ കോർപ്പറേഷനുകളെ പോലുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിൽ യോഗങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കോലാഹലം ഉണ്ടാക്കുന്നവയാണ്. വലിയ രീതിയിലുള്ള സമരങ്ങൾ കോർപ്പറേഷനകത്ത് തന്നെ ഉണ്ടാകാറുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം നിലവിലിരിക്കെ കേരളത്തിൽ ആദ്യമായി ഒരു കോർപ്പറേഷൻ പിടിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ പരിചയ സമ്പത്തുള്ള ഒരു നേതൃത്വം അനിവാര്യമാണ് എന്നാണ് RSS ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെയാണ് രാജേഷിന്റെ പേര് RSS നേതൃത്വം ചൂണ്ടിക്കാണിച്ചതും. പക്ഷേ സംസ്ഥാന നേതൃത്വം അതിനെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. ദേശീയ തലത്തിൽ തന്നെ ഈ കോർപ്പറേഷന്റെ വിജയം ചർച്ചയായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെ ആ പേര് അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പേരടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവർത്തകർക്കും ജനങ്ങൾക്കും ഒക്കെ തന്നെ അഭിനന്ദനങ്ങളും ആശംസകളും ഒക്കെ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നേതൃത്വത്തിലേക്ക് ഒരു വനിതയെ കൊണ്ടുവരികയാണെങ്കിൽ, പ്രത്യേകിച്ച് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിലിരുന്ന ഒരു പൊതു സ്വീകാര്യ എന്നുള്ള നിലയിൽ അവതരിപ്പിക്കപ്പെട്ട മുൻ DGP R ശ്രീലേഖയുടെ പേര് തന്നെ കൊണ്ടുവരികയാണെങ്കിൽ അത് ദേശീയ തലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയാക്കാനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിക്കാനും കഴിയും എന്നുള്ളതാണ് BJP സംസ്ഥാന നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ദേശീയ നേതൃത്വവും അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ ഡൽഹിയിലെത്തുകയും അവിടെ ദേശീയ നേതാക്കളെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ആശങ്കകളും അവരുടെ താല്പര്യങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തന്നെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഇത് ഏറെക്കുറെ അംഗീകരിച്ച മട്ടുമാണ്. ആകെയുള്ളത് RSS നേതൃത്വത്തെ ഒരു സമവായത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ, അത് ഏറെക്കുറെ അതിന്റെ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് ഒരു സമ്മതം ലഭിക്കുന്ന മുറയ്ക്ക് അപ്പോൾ തന്നെ പ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എടുക്കുക. ഏകദേശം ഉറപ്പിച്ച മട്ട് തന്നെയാണ് മുൻ DGP-യുടെ പേര് R ശ്രീലേഖയുടെ പേര്, അതായത് തിരുവനന്തപുരത്തെ അല്ല കേരളത്തിലെ ആദ്യത്തെ BJP മേയർ R ശ്രീലേഖ ആയിരിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഏറ്റവും ഒടുവിലും പുറത്തു വരുന്നത്. വിനീത, ശരി, ഏതായാലും അല്പം കൂടി കാത്തിരിക്കാം. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് ഹരിമോഹൻ പറയുന്നത്. R ശ്രീലേഖയ്ക്ക് തന്നെയാണ് ഇപ്പോഴും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്ന് തന്നെയാണ് ഹരി പറയുന്നത്.